നമസ്കാരം. ഞങ്ങളുടെ യാത്രയുടെ 22ാമത്തെ ദിവസം, അവസാനത്തെ സെക്കൻഡ് ലാസ്റ്റ് ദിവസമാണ് ഇന്ന്. ഞങ്ങളിപ്പോൾ ഗോവയിൽ നിന്ന് കേരളത്തിലേക്ക് പോവാണ്. മംഗലാപുരം വഴി, കാർവാർ വഴി. ഇന്നലെ രാത്രി ഗോവയിൽ വന്ന് താമസിച്ചു. ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെട്ടു. ഏതാണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും ഞങ്ങൾ കണ്ണൂർ, കാലിക്കട്ട്, കോഴിക്കോട് താമസിക്കാമെന്ന് വെച്ചിട്ടാണ്. നാളെ രാവിലെ എഴുന്നേറ്റ് ഉച്ചയോടുകൂടി തൃശ്ശൂരിൽ എത്തിച്ചേരും. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ മടക്ക യാത്രയിലേക്ക്. ഇന്ന് യാത്രയാണ് മുഴുവൻ, പ്രത്യേകിച്ച് വേറെ കാഴ്ചകളൊന്നുമില്ല. നേരെ വിട്ടടിച്ച് പോവാണ്. ഗംഭീരമായൊരു പാലമാണ്. സൗത്ത് ഗോവയിലേക്ക് പോകുന്ന വഴിയിൽ മഡ്ഗോൺ, വാസ്കോ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു 66ലെ ഒരു വലിയൊരു പാലമാണ്. കേബിൾ സ്റ്റേ പാലം എന്ന് അറിയപ്പെടുന്നു. അടൽ സേതു ഗോവയിലെ പോലെ തന്നെയുള്ള ഒരു ട്വിൻ പാലമാണ്. മനോഹരമായി ഇത് നിർമ്മിച്ചിട്ടുണ്ട്. പണികളൊക്കെ ഏതാണ്ടൊക്കെ പൂർത്തീകരിച്ചു വരാണ്. സൗത്ത് ഗോവയിലെ മർഗോവ സിറ്റിയിലൂടെയാണ്, പഴയ സിറ്റിയാണ്, അതിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടുങ്ങിയ വഴികളാണ്. 66 ഈ പഴയ സിറ്റിയിലൂടെയാണ് കടന്നു പോകുന്നത്. മർഗോൺ സൗത്ത് ഗോവയിലെ നവേലിയിലൂടെ കടന്നു പോണ. നവേലി പഴയൊരു ടൗൺ ആണ്. കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടൗൺ ആണ്. NH66 ആണ്, പക്ഷെ അത് വഴികൾ വരണുള്ളൂ. ഇതൊരു പഴക്കമുള്ള പള്ളിയാണ്, അവർ ലേഡി ഓഫ് റോസറി ചർച്ച്, നവേലിയും. ഗോവയിൽ നിന്ന് കർണൽ ഘട്ട് ഇറങ്ങി ഞങ്ങൾ കാർവാറിലേക്ക്. ഘട്ട് കുറച്ച് ഹെയർ പിന്നുകളുള്ള സ്ഥലമാണ്, ഫോറസ്റ്റ് ആണ് രണ്ട് സൈഡും. NH66 പല ഘട്ടുകളുണ്ട്. വെസ്റ്റേൺ ഘട്ട്സിന്റെ പല ഭാഗങ്ങളാണ്. അതിൽ ഒരു ഘട്ടാണ് പ്രധാനപ്പെട്ട കർണൽ ഘട്ട്സ്. ഇതിലൂടെ ഇറങ്ങി താഴേക്ക് എത്തുമ്പോഴാണ് വഴി 4 ലൈൻ ആവുള്ളൂ. ഇപ്പോൾ 2 ലൈനാണ്. നല്ല പച്ചപ്പുള്ള കാടുകളാണ്. ഗോവ വിട്ട് കർണാടകയിൽ കയറി ഇത് കോസ്റ്റൽ ഹൈവേയിലൂടെ പോവാണ്. ഒരു ടണലുണ്ട്.
റെയിൽവേയിൽ വരാണെങ്കിൽ കൊങ്കൺ റെയിൽവേ ട്രാക്കാണ്. റോഡ് വഴി വരുമ്പോൾ അതേപോലെ തന്നെ കോസ്റ്റൽ ഹൈവേ ആണ്. NH66 ചെറിയൊരു ടണലാണത്. ഇന്നലെ ഗോവയിൽ നിന്ന് ഏതാണ്ട് രാത്രി 10 മണിയോടുകൂടി കോഴിക്കോട് വന്നു. അവിടെ താമസിച്ചു. ഇന്ന് രാവിലെ കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്ക്. നമസ്കാരം. ഓൾ ഇന്ത്യ കേരള ലഡാക്ക് റോഡ് ട്രിപ്പ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ കുന്നംകുളം വിട്ട് തൃശ്ശൂർക്ക് എത്താണ്. ഒരു 1/4 മണിക്കൂറിനുള്ളിൽ തൃശ്ശൂരെത്തും. അവസാനത്തെ 20 കിലോമീറ്ററാണ്. ഇപ്പോൾ ഏതാണ്ട് 10,000 കിലോമീറ്റർ യാത്ര ചെയ്ത് 24 ദിവസം ഞങ്ങൾ പിന്നിട്ട് ഇപ്പോൾ തിരിച്ച് എത്താണ്. അപ്പോൾ തൃശ്ശൂർക്ക് എത്താണ്. അപ്പോൾ വളരെ സന്തോഷം നിറഞ്ഞ ഒരു യാത്ര, അതിൻ്റെ നല്ലൊരു സമാപ്തിയിലേക്ക് എത്താണ്. ഞങ്ങൾ വണ്ടിയൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കുന്നംകുളത്ത് വണ്ടിയൊക്കെ നീറ്റാക്കി ഒക്കെ ഒതുക്കി ലഗേജുകൾ സ്ഥലത്തൊക്കെ ഇറക്കി ഞങ്ങൾക്ക് സ്ഥലത്ത് എത്തിച്ചേരും. പ്രത്യേകിച്ച് വലിയ ക്ഷീണം തോന്നണില്ല. ഫ്രഷായിട്ടാണ് ഇരിക്കുന്നത്. ഞങ്ങൾ രാവിലെ ഇന്ന് കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഭക്ഷണം കഴിഞ്ഞ് ഒരു 10 മണിയായിട്ട് അവിടെ നിന്ന് ഇറങ്ങി എത്തി. ഉച്ചഭക്ഷണം കഴിഞ്ഞാൽ ഇനി വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ. അധികം ഒരു 1/2 മണിക്കൂറിൽ എത്തും. നമ്മൾ വിചാരിച്ച എല്ലാ സ്റ്റേഷൻസും ഡെസ്റ്റിനേഷൻസും നമ്മൾ എത്തി എന്നുള്ളതാണ് നമ്മുടെ വലിയ സന്തോഷം. നമ്മൾ എല്ലാ ഡെസ്റ്റിനേഷൻസും നമ്മൾ ലേയിൽ ചിലതൊക്കെ പ്രശ്നമാകുമെന്ന് വിചാരിച്ചു. പക്ഷെ നമുക്കതൊന്നും പ്രശ്നം ഉണ്ടായില്ല. കർദൂങ്കല, ഉമലിംഗല, ബാങ്കോക്ക്, പിന്നെ തുർത്തുക്ക്, തങ്, ഇതൊക്കെ നമുക്ക് പോകാൻ പറ്റി. അപ്പോൾ നമ്മൾ വിചാരിച്ച എല്ലാ ഡെസ്റ്റിനേഷൻസും കവർ ചെയ്ത് നല്ലൊരു ട്രിപ്പായിട്ടാണ് നമ്മൾ. വളരെയധികം സന്തോഷമുണ്ട്. ഇതൊരു ജീവിതത്തിൽ ഒരിക്കൽ പോയി തീർക്കേണ്ട ഒരു റോഡ് ട്രിപ്പാണ്. ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു റോഡ് ട്രിപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ഇതായിരിക്കും ഒന്നാമത്തെ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു റോഡ് ട്രിപ്പ്. വേറെ പല റോഡ് ട്രിപ്പുകളുണ്ടെങ്കിലും ഇതാണ് കൂടുതൽ. പ്രത്യേകിച്ച് ലേ ലഡാക്ക്, സോച്ചില പാസൊക്കെ കടക്കാൻ ഇനി ഒരു 2 വർഷം കൂടി അത് കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ ടണൽ വരാണ്. ടണൽ വന്നു കഴിഞ്ഞാൽ ആ റിസ്ക് ഒക്കെ ഒഴിവാകും. ഒരു 4-5 വർഷത്തിനുള്ളിൽ അവിടെ കുറേ കൂടി നല്ല റോഡുകളൊക്കെ ടണലുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ റിസ്ക് കുറേ ഒഴിയും. എങ്കിലും ഈ ഓമലിംഗല, കർദുങ്കല അങ്ങനത്തെ പാസുകളൊക്കെ കയറണമെങ്കിൽ നമ്മൾ റോഡ് വഴി തന്നെ പോകണം. ടണൽ അവിടെ വരില്ല. അപ്പോൾ അതൊക്കെ കുറച്ച് റിസ്കി ആയിട്ടുള്ള യാത്രകളാണ്. എന്തായാലും ഞങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾ തിരിച്ച് കേരളത്തിലേക്ക്, ചൂടിലേക്ക് -10 നിന്ന് ഞങ്ങൾ +36, 38ലേക്കാണ് 40ലേക്കാണ് എത്തുന്നത്. അങ്ങനെ കേച്ചേരി പാലം കടന്ന് തൃശ്ശൂരിലേക്ക്.
തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡെത്തി. തൃശ്ശൂർ നഗരത്തിലേക്ക് പ്രവേശിച്ചു. റൗണ്ടിലേക്ക് കയറാൻ പോവാണ്. അങ്ങനെ തൃശ്ശൂർ നമ്മൾ വീണ്ടും നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. വടക്കേ സ്റ്റാൻഡ് പിന്നിട്ട് നമ്മളതാ റൗണ്ടിലേക്ക്, തൃശ്ശൂരിലെ പ്രസിദ്ധമായ റൗണ്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അങ്ങനെ തൃശ്ശൂർ റൗണ്ടിൽ എത്തി. നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ലഗേജുകൾ കുറച്ചിറക്കി നമ്മൾ തുടങ്ങിയിടത്തേക്ക് തിരിച്ചു പോവാണ്. മുളയം മണ്ണുത്തിയടുത്ത് മുളയത്തേക്ക് പോവാണ്. ഇവിടെ നിന്ന് ലഗേജുകൾ കുറച്ചിറക്കണം. തൃശ്ശൂർ റൗണ്ടിൽ നമ്മളിതാ പോയി കൊണ്ടിരിക്കുന്നു. തൃശ്ശൂർ പൂരം എക്സിബിഷനൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ എക്സിബിഷനൊക്കെ വന്ന് കാണാം. പൂരം കഴിഞ്ഞ് ഇനി മെയ് അവസാനം വരെ പൂരം എക്സിബിഷൻസ് ഉണ്ടാവും. പ്രസിദ്ധമായ സെൻറ് തോമസ് കോളേജ് റോഡിലൂടെയാണ് പോകുന്നത്. ചരിത്ര പ്രസിദ്ധമായ സെൻറ് തോമസ് കോളേജ് ഇവിടെയാണ്. തൃശ്ശൂരിൻ്റെ സെൻറ് തോമസ് കോളേജ്. കിഴക്കേക്കോട്ടയിൽ നിന്ന് മുളയത്തേക്ക്. കിഴക്കേക്കോട്ട മുളയത്തിലേക്ക്. മുളയം തിരിച്ചെത്തിയിരിക്കുകയാണ്. 24 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം മുളയത്തിലേക്ക് വീണ്ടും തിരിച്ച്. അങ്ങനെ 24 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം തിരിച്ച് ഇവിടേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം ഏപ്രിൽ 8 തുടങ്ങി. ഇന്ന് ഏപ്രിൽ 30 തിരിച്ച് ഞങ്ങൾ ആരംഭിച്ചെടുത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. മുളയം സെൻറ്റ് പാട്രിക് പള്ളിയുടെ മുറ്റത്ത് ഞങ്ങൾ വിജയകരമായി യാത്ര പൂർത്തീകരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.